എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ ബർക്കത്ത് കാണിക്കണേ. നേരം പരമ്പര ആൾക്കാരെ ഇവിടെ വേഗം വൃത്തിയാക്ക്. ആൾക്കാർ പറഞ്ഞ സമയക്കണേ. അതല്ല എന്നോട് തന്നെ പറഞ്ഞത്. ഒരു അടുത്ത് നമ്മളൊരു കാര്യം കഴിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്കറിയാം. നീ നമ്മളെ മറന്നിരിക്കണേ. നമ്മളെ നിക്കാഹ് കഴിഞ്ഞിട്ട് 35 വർഷമായിരിക്കണേ. എനിക്ക് ഓർമ്മണ്ട. എനിക്ക് പല കുറവ് നമ്മളെ വരുത്തിയിട്ടുണ്ടോ? 3 ലൂട്ടിലും 100 കോടി കാര്യം നമ്മള് പറഞ്ഞത്. എനിക്ക് 3 തിന്നാൻ കഴിഞ്ഞില്ല. പെണ്ണുങ്ങല്ല സൈനോ ഇന്ന് നിന്നെ കാണുന്നല്ല ഭംഗിയുണ്ടല്ലോ സൈനു. ഈ മൊഞ്ചിന്റെ രഹസ്യം എന്താണ്? ഗുഡൽസ് എന്താണ്? നമുക്ക് പണ്ടേ വരാനല്ല ഇങ്ങടാണ്ടില്ലാത്തത് നമ്മന്റെ കുഴപ്പമല്ല. കളികൾ സമ്മതിക്കല്ല. നമുക്ക് മൊഞ്ചുണ്ട്. ഇത് പറയുമ്പോൾ ഓളൊരു കേബിള് കാണുന്ന പഴസം. എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല. നീ കുടിച്ച നിന്റെ കുടുംബം നശിക്കും. പിന്നെ അപ്പുറത്ത് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ കൊല്ലാനും മോനെ അവിടെ പോയി കൊടുക്കും. ഇവിടെ ആൾക്കാർ വരുന്നതാണ്. വില കുറവുണ്ട്. ഇന്നും ചായക്കടയിൽ സംസാരം അത് മോന്റെ അച്ഛൻ മാതാമാക്ക് നിങ്ങളോട് പറഞ്ഞേ. ഇനി മുതലോ വാടക തരില്ല. നിങ്ങൾ നടത്തിക്കോളെ. അതും മാധവൻ നിങ്ങളെല്ലാം മഹാനായ മാധവൻ. ഇതാണ് മാറിയ ദുഃഖ.
ഹരിക്ക് കണ്ണീച്ചോര് ഇത്തിരി കുറവാണ്. മോനെ കച്ചവടമൊക്കെ വളരെ മോശം. കച്ചവടം നിർത്തിക്കൊണ്ടിരിക്ക. അവസാനമായിട്ട് പറയാ, ഈ പറമ്പ് എനിക്കുള്ളതാ. ഈ ചായക്കടയിൽ കൊടുത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാണ് തീരുമാനം. മുന്നേ അതിലേക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്. അവന്റെ ഇടപാട് ഇവർക്ക് മനുഷ്യരുടെ നാട് നശിപ്പിക്കണ്ടോ. അപ്പൊ താൻ്റെ കള്ളു കുടിച്ച് തല നശിച്ച് വീട് നശിച്ച് ഞാൻ ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ ഞാൻ താനിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് വീട് നടക്കല്ലേ രാഷ്ട്രീയക്കാരൻ. നിങ്ങളൊക്കെ കുറ്റത്തോട് കുടിക്കാണ് കുടിയന്മാരില്ലേ? ഞങ്ങളെപ്പോലെ കുടിയന്മാര് കൃത്യമായിട്ട് ഇങ്ങനെ ബീറേക്ക് പോയാലേ സർക്കാർ രാഷ്ട്രീയക്കായിട്ട് ഇങ്ങനെ പടവിടുള്ളൂ. മനസ്സിലായോ? സർക്കാർ ചെലവില് മദ്യപാനം തെറ്റണോ? മദ്യപാനം തെറ്റെങ്കില് സർക്കാർ ചെലവില് വിവരിച്ച രാഘവ, നീ ഇപ്പൊ പറഞ്ഞില്ലേ മദ്യപാനം തെറ്റെന്നാണ്? നീ എല്ലാ ദിവസം നോക്കിക്കൊടുക്കുന്ന കുപ്പിലേ വെള്ളക്കാപ്പത്തിൽ എന്താ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികളെന്ന് കുടിച്ച് കുടിച്ച് നിന്റെ കിഡ്നി പോകുമ്പേ ഈ ഞങ്ങളെന്റെ നാടുകളിൽ പിരിവിനിറങ്ങേണ്ടി വരും. അന്നേരം നീ തടയുമെന്നാണ് കേട്ടോ. ഉപ്പിലാകുക അച്ഛനെ പറ്റില്ലേ? എന്തൊക്കെ വാഗ്ദാനങ്ങൾ? 50 പവൻ സ്വർണ്ണ, വീട്, ഓറ്, ഒലക്കട, മൂട്. എന്ത് പറഞ്ഞാലും ഇട്ട് കൊടുത്തത് എന്നാലും നിന്റെ അച്ഛനെ പറ്റില്ലേ? ജോർജിന്റെ കയ്യിൽ നിന്നും ഇതുവരെ വെച്ചിരുന്നൊക്കെ പറ്റില്ല കേട്ടോ. എനിക്കെന്റെ ജാതിയുള്ള കേസ് എന്താണെന്ന് അറിയാമോ? ജാതിയുടെ കേസറിയിക്കാൻ നിയമം പഠിക്കില്ല സാർ. നിയമം പഠിക്കാൻ നിന്റെ ഭാര്യ നൽകിയ കേസാ ഗാന്ധിയുടെ പീഡനത്തിന്. അത് നീ കോടതിയിൽ പറയാം.
നടക്കാൻ കഴിയില്ലേ? സാറേ, പെണ്ണ് തന്നെയാണ് ആളുകളുടെ പ്രശ്നം. എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ പെണ്ണുങ്ങളൊക്കെ വീടായിട്ട് വന്നു. ചെറിയൊരു കടി കിട്ടുക അതെല്ലാം മാറി. അല്ല, പുറത്തുനിന്ന് കേൾക്കുന്നെല്ലാം ശരിയാണോ? ഇപ്പൊ മക്കളാരും വരാനല്ലേ? അവർക്ക് അവരുടെ ജോലി, അവരുടെ അതിങ്ങനെ പോകും. എന്നൊക്കെ പോട്ടെടുക്കുന്നത് ഞാനോ പറഞ്ഞിട്ടില്ലേ, മക്കളെ കണ്ടു അവസ്ഥ എന്തെല്ലാം നോവുകളാണ്. അതൊന്നും ഈ നാട് നടന്നിട്ടില്ല. മാഷിനെ ആരും നോക്കുന്നില്ല. വേണ്ട മാഷ്, ഞാൻ നോക്കാം. അതൊന്നും ശരിയാവില്ലല്ലോ. മാഷ പഴയ കാലമൊക്കെ മറന്നു. അതൊന്നും ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മാറ്റിട്ടില്ല. എല്ലാവരും പറയുന്നു പഠിച്ചവനെ കണ്ടിട്ടില്ല. പക്ഷേ അന്നത്തെ കലാപത്തിൽ ഞങ്ങൾ മുട്ടിയ വാതിലുകളെല്ലാം മുട്ടിയെടുത്തപ്പോൾ ഞങ്ങൾക്ക് തുണയായത് ഇന്നായിരുന്നു മാഷെ പഠിച്ചത് രൂപത്തിൽ. അന്നത്തെ 9 വയസ്സായിരുന്നു ഞങ്ങളെ പഠിച്ചത് നിങ്ങളായിരുന്നു മാഷെ, നിങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മാഷെ. ആ കാലമൊന്നും ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മാറ്റില്ല മാഷെ. അതൊരു കാലം, മനുഷ്യനെ മനസ്സിലാക്കാത്ത ഒരു കാലം. എല്ലാ മതങ്ങളും പഠിപ്പിച്ചത് സ്നേഹം, കരുണയും മനുഷ്യത്വമാണ്. എന്നാൽ ഇവിടെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് കൂടുതൽ അനുയായികൾ വേണമെന്ന്. ദൈവത്തിനെതിരെ കൂടുതൽ അനുയായികൾ ദൈവമല്ലേ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്. അത് പക്ഷേ വിവരമില്ലാത്ത അന്ധവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിഷാദാണ് പഠിപ്പിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുന്ന മുതൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എന്നെ പോലെ എൻ്റെ അയൽവാസിയെ സ്നേഹിക്കുവാൻ ക്രിസ്തുവും പഠിപ്പിക്കും. അന്യനെ സ്നേഹിക്കുവാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിച്ചത്. ഒരു മതവും അന്യമതത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കാൻ പഠിപ്പിക്കുന്നില്ല. അന്യന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും മതത്തിൽ? അരി തന്നെ. ഞാനിന്റെ അപ്പുറത്തെ പലരും ഇവിടെ കയറി ഇറങ്ങി തുടങ്ങിയാണ്. എല്ലാവർക്കും അച്ഛന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വെച്ച്. സ്വത്ത് തട്ടിയെടുക്കരുത്. ഇത് ബഷീറാണ് ഇതിന്റെ ഉറ്റ ചങ്ങാതി. ഹരി, നമ്മൾ ചങ്ങാതിമാരായിരുന്നില്ലേ? യോർക്കൊന്നും അറിയില്ല. അല്ല, യോർക്കൊന്നുണ്ടായിരിക്കും. കാര്യം പറയാ അവർക്ക് പോയത് നിന്റെ ഭാര്യ അവന് പോട്ടാ. അവള് പോയതിന്റെ സങ്കടം അച്ഛനിക്ക് ഭാര്യക്കുള്ള സ്വത്തില്ലേ, അതിന്റെ ആധാരം ഏതോ ഒരു കൃഷ്ണന്റെ കൂടെ അവൻ പോയത്. അവന് പോട്ടടാ. എന്തായാലും നീ അത് നശിപ്പിച്ചല്ലോ. ഇത് പഠനടിച്ച് പന്തോട്ടി എന്നപ്പോ പന്തപ്പൊട്ടിപ്പോഴാണ് പറഞ്ഞ പോലെ ആരോട് പറയാനെങ്കിൽ എന്റെ സമയം വെച്ച് ഒപ്പിയടിക്കാൻ സമയം പറഞ്ഞു. നീ ഏത് സ്ഥലമാണോ എഴുതി വാങ്ങിക്കാൻ പോകും? എനിക്ക് തെക്കേപ്പറമ്പ്. തെക്കേപ്പറമ്പ്? നീ അതേ ചോദിച്ചോളൂ. എനിക്കറിയാമായിരുന്നു. കാരണം 2 സൈഡ് റോഡാണല്ലോ. എടുക്കാൻ വിടുപെടുക്കാൻ ചേട്ടാ, എനിക്കടച്ച് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. ഞാൻ ആർക്കും വേണ്ടി പറഞ്ഞിട്ടില്ല. അത് ശരി, ഇതൊന്നും ഇവിടെ നടക്കില്ല. ഈ കൂട്ടായ്പ പരിപാടികളൊന്നും ഇവിടെ വേണ്ട. എന്തുതായിപ്പ് ചേട്ടനെ കിഴക്കേ പറമ്പെടുക്കാനോ? ഇതിൽ കൂടുതൽ സ്ഥലമില്ലായിരുന്നു. വേണ്ടവന് അത് തോണിച്ചാണ്. ആ വക സൂത്രമൊന്നും ഇവിടെ വേവില്ല. വിട്ടു മതി. എന്താ അല്ല മാഷേ,
മാറ്റല്ലേ വളരെ മക്കളും തിരിഞ്ഞു നോക്കിയാണ് എന്റെ ചാക്കോമക്കളെ അവര് എന്നെ കാണാൻ വന്നതല്ലോ. പിന്നെ അവരെന്നെ സ്വത്തിന് കഴിക്കാൻ കൂടെ വന്നതല്ലേ. മെമ്പർക്കറിയാലോ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിനിടയിൽ ഇതിന് രാഷ്ട്രീയക്കാർ ഉടുക്കത്തില്ല. എരിവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. രാജ്യസ്നേഹമുള്ള പൗരന്മാര് വാർത്തെടുത്താണ് അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അപ്പോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇത് തീരുമാനം സമയത്തിന് തന്നെ അല്ലേ? സമയം ഉണ്ടായിട്ടല്ല കടയിലാണില്ല. അതങ്ങ് തരുവാണേ. ഇപ്പോ നിങ്ങളുടെ തിരക്കൊന്നുമില്ല. ഞാനൊന്ന് വൈകാതായപ്പോ എനിക്കൊന്ന് ഹോസ്റ്റലിൽ പോവാൻ നിങ്ങളുടെ 3 പേരെ മാറി മാറി ആർക്കും സമയമില്ല. ഇപ്പോ എന്റെ കയ്യിലുള്ള പണം തരാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നിങ്ങളുടെ തിരക്കൊക്കെ മാറ്റി. അല്ല അനുസരണയില്ല, അച്ഛനൊക്കെ കുറവ് മക്കളായി. അച്ഛനെ ഞാൻ നോക്കാം. അച്ഛന്റെ ഭാഗ്യം എനിക്ക് ഞാൻ നിനക്കൊന്നാമത് തിരക്കല്ലേ? ആ ഭാഗം എനിക്ക് തരുവാണേ. ഞാൻ ഒന്നുപോലെ എന്തായാലും വളച്ചു കെട്ടിക്കാതെ കാര്യം എന്റെ കയ്യിലൊരു 2 കോടി. അത് ഞാൻ എങ്ങനെ തരണം, ആർക്ക് തരണം എന്ന് എന്റെ മക്കൾ അങ്ങനെ വലിയ ബുദ്ധിമാന്മാരുടെ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുക. ഭാഗം വെച്ചതൊന്നും ശരിയില്ല. എനിക്ക് നല്ല നഷ്ടം വന്നിട്ടുണ്ട്. അത് ഞാനും വന്നു പോവില്ല. ഉന്നാരല്ല, നീ ഓരോ തട്ടിച്ചു കൊണ്ടുപോയി. എന്ത് തട്ടിപ്പ്? കൂടുതൽ പണം പിടിക്കുന്നത് ചേട്ടൻ തന്നെ. വേണ്ട മോനെ, അത് സോണിഞ്ചറാണ്. നീയല്ലേ ടൗണിലെ ബിൽഡിങ്ങോടെ വാടക നിൽക്കുന്നു. അത് ശരി. ഈ പറമ്പിൽ ആദായം ചേട്ടനല്ലേ? ആദായം നിൽക്കട്ടെ. ഞാൻ അമ്മയെ കൊണ്ടുപോയി ചികിത്സിച്ചു. ആയിരത്തിൽ ഒരുപാട് പൈസ എനിക്ക് ചെലവായിട്ടുണ്ട്. അതൊന്നും നിനക്കറിയില്ലല്ലോ. അമ്മയെ ചികിത്സിച്ചത് ഏത്? ആ ബ്രഹ്മാശുപത്രി കൊണ്ടുപോയി കൊന്നതോ? ചികിത്സ ആരൊന്നും വേണ്ട, അമ്മയെ നോക്കി ചികിത്സിച്ച കഥയൊന്നും ഇവിടെ ആരും പറയണ്ട. എന്റെ ലക്ഷ്മിയൊന്ന് കളഞ്ഞില്ലപ്പോ അവൾ ഏതോ ഒരു വായിക്കാർക്ക് ആശുപത്രിയിലാക്കിട്ട് അവൾ മരിക്കുന്ന 5 ദിവസം വരെ തിരിഞ്ഞു നോക്കാത്തതാണോ നിങ്ങളുടെ ചികിത്സ? അർഹതയില്ല ഒന്നിനും അമ്മയെ പറ്റി പറയാൻ. ഞാനൊരു ബിസിനസ് ടൂറിലായിരുന്നു. അമ്മയെ ചികിത്സിച്ചതിനത്തിൽ 1.5 ലക്ഷം രൂപയോളം എന്റെ കയ്യിൽ നിന്ന് ചെലവായിരുന്നു. നിനക്ക് ബിസിനസ് ടൂർ, കണക്ക് പറഞ്ഞില്ല. മക്കളെ, ഞങ്ങളുടെ അച്ഛനമ്മമാരുണ്ടല്ലോ, നിങ്ങൾ മക്കളെ നോക്കി ഒരു കണക്കെത്രയാണെന്ന് ചോദിച്ചാലും പറയാൻ ഞങ്ങളുടെ കയ്യിൽ കണക്കില്ല. കണക്കില്ല മക്കളെ. മക്കളെ കേട്ട ഒറ്റ വിചാരം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. നിങ്ങളുടെ അമ്മ എന്നിട്ട് നിങ്ങളുടെ ഒരു ദുശ്ചര്യങ്ങളും അവൾ മരിക്കുന്നത് വരെ മക്കളെ ഇത്രയേറെ സ്നേഹിക്കാം. ആ പാപം മരിക്കുമ്പോ നിങ്ങളുടെ ഒരു നോക്ക് കാണാൻ കഴിയില്ലല്ലോ മക്കളെ. കഴിയില്ലല്ലോ.
ഞാൻ എന്റെ വിഷമങ്ങളോടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കഴി ഇനിയും ദൈവത്തെ നിർത്തില്ലേ? അവർ വരുന്നുണ്ടല്ല, അവരിലേക്ക് വിധി അവര് എത്ര നാളായി പോലെ കണ്ടിട്ട് വളർന്ന് വലിയ ആളായില്ലോ. വളർന്നപ്പോ പ്രസിഡന്റ് എങ്ങാണ്ടായോ? അവൻ അച്ഛൻ്റെ മോൻ തന്നെ. അണ്ണാ കുഞ്ഞിനാരെങ്കിലും മരം കേൾക്കാൻ പറ്റും. ഇനിയെ ഇനി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ആ എനിക്കൊരു കോള് വരുന്നു. അവരാണ് മോഹൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ? കുളിച്ച് വസ്ത്രമൊക്കെ മാറി ഭക്ഷണം കഴിച്ചു. കണ്ടോ എന്ത് കഥ? ഹീറോയിൻ എന്ന് ആര് പറഞ്ഞു? അല്ല ഈ കഥയൊക്കെ നമുക്ക് അച്ഛൻ പറഞ്ഞിരുന്നതാണോ? അപ്പോ ആ കഥയിൽ ഓരോ മുത്തശ്ശൻ പറഞ്ഞുതരും. ഇനി ആ കഥകളില്ല മുത്തശ്ശൻ ഇരിക്കും. കഥയിലിരിക്കും. അവിടെ അതുകൊണ്ട് തന്നെ വെച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാത്തിനും സുഖം. എപ്പോഴാണ് എനിക്ക് കുടിക്കാൻ തോന്നാന്ന് എനിക്കറിയാം. അമ്മയില്ലാതെ ചിരിക്കുന്ന അച്ഛനെയാണ് എനിക്ക് എന്തായാലും മോൻ കുടിയൊക്കെ പറ്റിയതല്ലേ? ഇനി എന്തായാലും തുടങ്ങി. എന്തായാലും അച്ഛൻ മോനൊരു സമ്മാനം തരട്ടെ. മോനൊരു സന്തോഷമാവും. സമ്മാനം അത് ഹരിക്കും തിരിച്ചു വിഷമം വെച്ചാൽ ഹരിക്കും തിരിച്ചു വെച്ചായിരുന്നു അച്ഛനൊന്നും. എന്തായാലും അച്ഛനത് തരാം. മോളെ ഒന്നിട്ട് വന്നേ പോണോ? അവൾ ഇവിടെ ഉണ്ടായിരുന്ന അവൾ നിന്റെ ആധാരമായിട്ട് ഇങ്ങോട്ടല്ലേ വന്നത്? മക്കൾ കഴിക്കും. അതിനെ നമ്മളോട് ബലം വന്നത് ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം കിട്ടിയില്ല. സമ്മാനം കൊടുത്തിട്ടില്ല. മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല. 10-35 പേർക്കായിട്ടുള്ള ചായക്കടലിൽ എടുക്കായിരുന്നു. എന്തോ ഒരു ബുദ്ധിയുള്ള നമ്മളെ പെണ്ണാലോചിച്ച് വന്നത്. നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റി നമ്മളെ ബുദ്ധിയില്ലാത്ത അവിടെ ഇരിക്കുക. ഹരി അച്ഛൻ വിളിക്കുന്നു. ആ എല്ലാവരും മക്കളെ കാലിന് പോലും വെള്ളാതെ നിൽക്കുന്ന എന്നെ പരിഹരിക്കാനുള്ള നിങ്ങളുടെ കുത്തിക്കിട്ട് കിടപ്പോ ഞാൻ എപ്പോഴും പറയാറില്ലേ,
എല്ലാവർക്കും ഞാനൊരു വഴി കഴിക്കുന്നു. ഇനി ആ വഴി കഴിച്ചു ചിലരുടെ നിൽക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എൻ്റെ മക്കളോ മരുമക്കളോ ആരും തന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ എന്നെ തടസ്സപ്പെടുത്തുകയോ അല്ല. ഞാനിത് ഇവിടെ വിട്ടു പോവുകയാണ്. എന്നെ ഞാനാക്കിയ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പിക്കാൻ എന്റെ ഒറ്റ ഈ മണ്ണിൽ നിന്ന് ഞാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെയോ എനിക്ക് നിങ്ങളെയോ കാണാൻ കഴിയാത്ത യുദ്ധം മരണമാണ് കഴിയാത്ത. ഈ നിമിഷം മുതൽ എന്റെ മരണം ആരംഭിക്കുകയാണ്. എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഇരിക്കപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ 3 പേരുടെ പേരിൽ തുല്യമായി ഞാൻ ഭാഗിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ അതിന് ഇതാണോ പറഞ്ഞത്? വലുതന്നെ മുമ്പ് അതിന്റെ മക്കൾ എന്റെ മൂത്ത മകൻ രാഘവൻ, എന്റെ രണ്ടാമത്തെ മകൻ ഇതെന്റെ ഇളയമകൻ. ഞങ്ങൾ കളക്ടറേറ്റിൽ നിന്നും വരുന്ന റവന്യൂ റിക്കവറി ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്ക് 3 പേർക്കും ഒരു നോട്ടീസുണ്ട്. ഇതെന്താ ജപ്തി നോട്ടീസോ? മനസ്സിലായില്ല. അത് കൂടുതൽ വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്നാലും നിങ്ങൾക്ക് പറയാം. ഓക്കെ ഓക്കെ, ദീർഘമായി പറയുവാൻ ഞങ്ങൾക്ക് സമയമില്ല. എങ്കിലും ഞാൻ പറയാം. മാധവമാർക്ക് സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവൻ താൽക്കാലികമായി നിങ്ങൾക്ക് 3 പേർക്കും എഴുതി തന്നിരിക്കും. അദ്ദേഹത്തിന്റെ കാലശേഷം മാത്രമേ നിങ്ങൾക്കതിൽ അവകാശം ഉണ്ടായിട്ടുള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് വലിയ തർക്കമായിരുന്നല്ലോ. സ്വത്ത് കിട്ടിയതിനു ശേഷം നിങ്ങൾ വന്ധ്യവയോധികനായ ഇദ്ദേഹത്തെ നിങ്ങൾ തീരെ നോക്കാതെയായി. ഇനി തർക്കം വേണ്ട. 2007 ഇന്ത്യയിൽ നടപ്പിലായ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് വയസ്സുകാലത്ത് മാതാപിതാക്കൾ എത്തിച്ചെന്ന സ്വത്ത് അത് വയസ്സുകാലത്ത് മാതാപിതാക്കൾ നോക്കിയില്ലെങ്കിൽ തിരിച്ചു കെട്ടിടക്കാർക്ക് അവകാശമുണ്ട്, നിയമമുണ്ട്. അത് നിങ്ങൾക്കറിയോ? അപ്രകാരമുള്ള ഒരു പരാതി മാധവന്മാർ സമർപ്പിക്കുകയും ഞങ്ങളത് അന്വേഷിച്ചു. ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ദയവ് ചെയ്ത് സഹകരിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതൊന്നും ഇവിടെ നടക്കില്ല. നിയമങ്ങൾ നടപ്പിലാക്കാനേ ഉദ്യോഗസ്ഥരും പോലീസും കോടതിയും അവരെ തടയണ്ട. അച്ഛാ, ഇത്രയൊക്കെ വേണമില്ല. ഞങ്ങൾ മക്കൾ ഇത്രയ്ക്ക് കരുതലില്ലാത്തവരാണ്. സ്വബോധത്തോടെ കൂട്ടിയിട്ടായിട്ട് കാലങ്ങളെത്രയായി നിനക്കൊന്നും ഓർമ്മ. എല്ലാം നിന്റെ അഞ്ചന്മാർക്കറിയാം. ഈ അവരോട് ചോദിച്ചു നോക്ക്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതിലൊരു മാറ്റമില്ല.
നമുക്ക് പോവാം. സമയമായി. അവസാനമായി ഞാനത് പ്രാർത്ഥിച്ചോട്ടെ. മാഷ് കൂടിയിട്ട് പോകാം. ഇത് നമുക്ക് സഹിക്കില്ല മാഷ്, ഇത് നമുക്ക് സഹിക്കില്ല മാഷ്. ഹലോ, അവസാനമായി തന്നോടൊന്ന് യാത്ര പറയുന്നു. അതാ തന്നോടും നമ്പൂറ്റിനോട് വരാൻ പറഞ്ഞു. താൻ കഷ്ടക്കുന്നത് തന്നെ ആ കടയിൽ ആരും കുടിയില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഈ മാസം പഠിക്കരുത്. പിന്നെ തന്റെ കടയിൽ വന്നിട്ടുള്ളത് ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ? തന്നെയൊന്ന് കാണാൻ കൂടി ആയിരുന്നോ? മോനോടുള്ള കൊത്തിന് വേണ്ടി ഏറ്റവും കൂടി തർക്കിച്ച് നിഷാടിക്കുന്നു. മോൻ പറ മോനും മാഷോടുണ്ടാകും. മാഷെ അന്ന് എനിക്ക് ഈ വർഷം നിമിഷം കൊന്നുണ്ട്. പക്ഷേ അവസാനമായി മാഷോട് പറയുന്നത് ഈ കൊന്നുപോകത്തെ 3 മക്കളിട്ട് മാഷ് പോകരുത്. മാഷേ മക്കളെ അന്ന് സഹിക്കാനുള്ള ശാരീരിക വന്നിട്ട് പോകുന്നുണ്ട്. മാഷെ അത് പോയിട്ട് വന്ന് പോകുന്നു. മാഷെ അത് പോവാം. ആർക്കൊക്കെ പറഞ്ഞ നമ്പൂരിക്ക് എനിക്കൊരു കാരണത. എനിക്കൊരു ആവശ്യം നടക്കുമ്പോ ഒരു കാരണ സാഹിത്യം ആവശ്യം. അതാണ് നമ്പൂരിക്കൊക്കെ മാത്രമാണ് നോമിന് കൂട്ടായിരുന്നത്. ആ മാസം നോമിനിട്ട് പോവുകയായിരുന്നു. ഇത് തോന്നിന്റെ ഭാഷ. ആ മെറ്ററിന്റെ കണ്ടിട്ട് മെറ്റർ കണ്ടിട്ട് ഞാനത് പ്രാർത്ഥിച്ചിട്ട് വരാം. സമയം വൈകി ഒരു 2 നിങ്ങൾ എവിടെ അതൊന്നും ശരിയാവില്ല. അച്ഛന് പ്രായമേറി കഴിയുകയല്ലേ. മനുഷ്യന്റെ കാര്യത്തിന് അച്ഛനൊന്നും വൈകാതെയായ ഒന്ന് എല്ലാം എല്ലാമായ അത് അറപ്പും വെറുപ്പും ഉണ്ടാക്കില്ലേ. ഒന്ന് സ്വീകരിക്കാൻ നീയും ഞാനും ഒരുമിച്ച് പ്രാർത്ഥിച്ചില്ലേ? വേണ്ട വേണ്ട പോലെ അതിനുള്ള പ്രായത്തിലില്ല. അച്ഛന് പോലും ആയിട്ടില്ല. മോൻ അച്ഛനോട് ചോദിച്ചു നോക്കും.
അമ്മയുടെ മുഴുവൻ സ്നേഹം ഊറ്റിയെടുത്തിട്ടും ഞങ്ങൾ ആരും അമ്മയെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാ നിങ്ങളെ മോചിച്ചു. കാലക്കാലങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ.